ഹലോ ഓൾ ഗുഡ് മോർണിംഗ്. ദിസ് ഈസ് എ നോർമൽ വീക്ക് ഡേ. അയ്യോ, നോർമൽ ഡേ എന്ന് പറയാൻ പറ്റില്ല, കുറേ ഫ്ലോപ്പുകൾ ഡേ. അതെന്തായാലും നമുക്ക് വഴിയെ കാണാം കേട്ടോ. ഇപ്പോൾ സമയം 4:45 ഒരു 6:45 ആകുമ്പോഴേക്കും നമ്മുടെ കിച്ചണിൽ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റുമുള്ള പരിപാടികൾ കഴിപ്പിക്കണം. അതാണ് എയിം. ഇതൊക്കെ ഇപ്പോൾ പറയും കേട്ടോ, പക്ഷേ 7 മണി കഴിയാതെ കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ തന്നെ പറ്റാറില്ല. ആദ്യം തന്നെ ലഞ്ചിനുള്ള പരിപാടി നോക്കാം. അതിനാണ് ഞാൻ ഈ കെട്ടും പുട്ടൊക്കെ അയക്കുന്നത്. ഇതെന്തത് കഴിച്ചിട്ടും കിട്ടണില്ലല്ലോ. ഓക്കെ, കിട്ടി. ഒന്നുമില്ല, അതിൽ ബസ്മതി റൈസാണ്. ഉച്ചയ്ക്ക് ലഞ്ചിന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഫ്രൈഡ് റൈസ് ആകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. എനിക്ക് കുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ ഫ്രൈഡ് റൈസ്. അങ്ങനെ ഓത്തൻറ്റിക് ഫ്രൈഡ് റൈസ് ഒന്നുമല്ല, ഒരു സിമ്പിൾ ഈസി ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ഞാനൊരു 1.5 ഗ്ലാസ് അരി എടുത്തിട്ട് കുതിരാനായിട്ട് ഒരു 20 മിനിറ്റോളം കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിന് അതിലേക്ക് ഇടാനായിട്ടാണ് ഞാൻ ഈ പനീർ എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. പനീറിനെ നമുക്ക് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ക്യൂബിൻ്റെ ഷേപ്പ് ഒന്നുമല്ല, എന്നാലും ഷേപ്പിൽ എന്ത് കാര്യം, ചെറിയ പീസായിട്ട് നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് മസാല പുരട്ടി വെക്കണം. ഞാൻ അതിന് മുമ്പ് ഇന്നലെ പനീർ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സോയ ചങ്ക്സ് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എയർ ഫ്രൈയിൽ വെച്ചാണ് ഫ്രൈ ചെയ്യുന്നത്. ഓയിൽ പറ്റിയിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പനീറും ഇന്നലെ കട്ട് ചെയ്ത് മസാല പുരട്ടി വെച്ചാൽ മതിയായിരുന്നു. അത് ചെയ്തില്ല, കുഴപ്പമില്ല, നമുക്ക് കാലത്ത് സമയമുണ്ടല്ലോ. ഒരു 10 to 12 മിനിറ്റ്സ് വെച്ചാൽ തന്നെ നമുക്കത് ഫ്രൈ ആയി കിട്ടും. പിന്നെ നമുക്ക് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സോളം വെച്ചാൽ മതി. എനിക്കൊരുവിധം ക്രിസ്പി ആയിട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനൊരു 15 മിനിറ്റ്സോളം വെക്കുന്നുണ്ട് കേട്ടോ. അതോടെ ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് ക്യൂബ്ഡ് പനീറിന് മസാല ക്യൂബ്ഡല്ല, ഏതോ ഷേപ്പിലുള്ള പനീറിന് നമുക്ക് മസാല കുളിപ്പിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി വേണ്ട, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് പനീറിനിട്ടിട്ട് മസാല പുരട്ടി വയ്ക്കാം. കുറച്ച് നേരം നമുക്ക് മസാല തലേദിവസം പരട്ടി വെക്കുന്നതായിരുന്നു നല്ലത്. അപ്പോൾ അങ്ങനെ പറ്റിയില്ല, പിന്നെ പറ്റിയിട്ട് നമുക്കത് ഇത് എയർ ഫ്രൈ തന്നെ ചെയ്യും. പനീർ മസാല പുരട്ടുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് മസാല പുരട്ടണം. നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ പോലെ മസാല പുരട്ടാനിരുന്ന അത് ഇപ്പോൾ പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ആയാലും കുഴപ്പമില്ല, നമുക്കതിനെ പനീർ ബുർജി ആയിട്ടോ വേറെ എന്തെങ്കിലും ഡിഷൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിൽ ബുർജി വേണ്ട, പിന്നെ നമ്മുടെ വേറെ പനീരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ സോഫ്റ്റ്ലി ഒന്ന് ഹാൻഡിൽ ചെയ്തെടുക്കാം. ഇവിടെ പനീറിനെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഫ്രൈഡ് റൈസിന് ചോറ് വേണമല്ലോ, വേറെ എന്തെങ്കിലും പനീറില്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ചോറ് വേവിച്ചെടുക്കണമല്ലോ, അരി വേവിച്ചെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിനെ വാർത്ത് വെച്ചു. എന്നിട്ട് ചൂടുവെള്ളത്തിൽ ഞാൻ ഉപ്പും പിന്നെ കുറച്ച് കിട്ടിയ എന്തൊക്കെയോ കറുകപ്പെട്ട അങ്ങനത്തെ മസാല കഷ്ണങ്ങളൊക്കെ അതിലിട്ടു. നിങ്ങളുടെ ബിസി മോർണിംഗ് അല്ലെങ്കിൽ പിള്ളേർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രാത്രി തന്നെ ചോറ് വേവിച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് രാവിലെ ആക്ച്വലി ഫ്രൈഡ് റൈസിന് തണുത്ത ടെക്സ്ചറിലുള്ള ചോറാണ് നല്ലത്. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ ഇന്നലെ രാത്രി കിടക്കുന്നത് തൊട്ട് മുമ്പാണ് പ്ലാൻ ചെയ്തത്. പിന്നെ അത് വെള്ളത്തിലിട്ട് വേവിച്ച് തണുത്തിട്ട് അത്ര നേരം ഉറക്കം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് കാലത്തേക്ക് മാറ്റി. അരിയോടെ വേവുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ്. ഇപ്പോൾ കാണിക്കുന്ന പാക്കറ്റ് ഇപ്പിയുടെ ഒരു ട്രൈ കളർ പാസ്ത എന്ന് പറയുന്ന ഒരു പാക്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങിക്കുന്നത്. ഞാൻ യൂഷ്വലി പാസ്ത ഉണ്ടാക്കുമ്പോൾ വെറുതെ പാസ്ത വാങ്ങിച്ചിട്ടാണ്, അങ്ങനെ പാക്കഡ് ആയിട്ടുള്ള പാസ്ത വാങ്ങിക്കുന്നത് ആദ്യമാണ്. ഒരു ട്രൈ കളർ കണ്ടപ്പോൾ എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റിക്ക് വാങ്ങിച്ചതാണ്. പക്ഷേ വലിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അത്. ഇവിടെ ഞങ്ങളുടെ ഇനി പണികളുടെ ഒരു ഘോഷയാത്ര തുടങ്ങി. ആ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളതിൽ 2 cups of almost 2 cups of water വയ്ക്കുക. അതിലേക്ക് അത് ബോയിലായിട്ട് വരുമ്പോൾ അതിൽ മസാല ഒരു പാക്കറ്റ് ഓഫ് മസാലയുണ്ട്. മസാല പ്ലസ് പാസ്തയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ്സ് വേവിക്കും. അതിൽ വെള്ളം വെറ്റി വരുമ്പോഴേക്കും ഒരു ക്രീമി കോൺ പാസ്ത റെഡി ആവുമെന്നാണ് പറയുന്നത്. അതൊക്കെ വിശ്വസിച്ച് ഞാനൊരു മണ്ടിയായി പോയെന്ന് പറയാം. ഇതിപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പിള്ളേർക്ക് കൊടുത്തയക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അവർ തിരിച്ചു വരുമ്പോൾ 2 മണി കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ ചെന്നിട്ടാണ് കഴിക്കുക. ഈ പാക്കറ്റൊക്കെ പൊട്ടിച്ചിടുമ്പോഴും എൻ്റെ വിചാരം ഇത് വെന്ത് വരുന്നവർക്ക് കൊണ്ടുപോകാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ആ ഒരു മസാലയുടെ പാക്കറ്റിൽ ഒരു 2-3 ഉണങ്ങിയ കോണിൻ്റെ കഷ്ണം, അതിനാണ് ഒരു കോൺ എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്കിടെ ഗ്യാസ് കത്തിച്ചു. ഞങ്ങളുടെ ഈ ചെറിയ ഗ്യാസിന് ഒരു പണിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറയ്ക്കുന്ന ടൈമിൽ അത് ഓഫായി പോകും. നമ്മൾ അറിയില്ല കേട്ടോ, നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അതറിയില്ല, അതവിടെ അങ്ങനെ കിട്ടും. ആ പാക്കറ്റിൽ വെറും കുറച്ച് പീസസ് ഓഫ് പാസ്ത ഉണ്ടായിരുന്നുള്ളൂ. ട്രൈ കളറൊക്കെ ആയിരുന്നു, പക്ഷേ കുറച്ച് പീസസ് ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞ് പാക്കറ്റിൽ ഇങ്ങനെ കുറേ പീസ് ഉണ്ടാവുക. ഇതൊക്കെ വിശ്വസിച്ച് ഞാൻ വേറെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാതിരുന്നത് എൻ്റെ കുഴപ്പമില്ല. അല്ലാതെ ഇപ്പിടിയോ പാസ്തയുടെ പാക്കറ്റിൻ്റെയോ ഒരു കുഴപ്പമില്ല കേട്ടോ. ക്വാണ്ടിറ്റിയേക്കാളും എനിക്ക് പണി കിട്ടിയത് ആ കോൺ ഓർ ക്രീമി ടെക്സ്ചർ എന്നൊക്കെ പറഞ്ഞത് അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ വെറുതെ പറ്റില്ല. ആക്ച്വലി ഇങ്ങനെ ആയിരിക്കും, ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് കൊണ്ടായിരിക്കും എനിക്ക് എന്തോ പോലെ തോന്നിയത്. അതിനിടയിൽ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ചോറ് റെഡി ആട്ടോ. അപ്പോൾ ഞാനത് വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പയിൽ ഒഴിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫാനിൻ്റെ ഇടയിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കും. അപ്പോൾ അത്ര ചൂടോടുകൂടി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടണ്ടല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ ടിഫിനിൽ കൊടുത്തയക്കാനൊന്നും നേരില്ല. അപ്പോൾ ഞാൻ ഇതിനെ തന്നെ ഒന്ന് മോഡീകരിച്ചു അങ്ങനെ ഒരു പേരുണ്ടോ, അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് ഇത് തന്നെ ഒന്ന് കൊടുത്തേക്കാൻ വെച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് കുക്ക്ഡ് കോൺ ഉണ്ടായിരുന്നു, അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. എന്തായാലും കോൺ പാസ്ത എന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ ഞാൻ കോൺ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ വേഗം 2 മുട്ട എടുത്ത് ഒന്ന് കുത്തിപ്പൊരിച്ചിട്ട് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്തു. നമ്മൾ അമ്മമാരുടെ അടുത്താണ് സൂത്രപ്പണികൾക്ക് കുറവ് അല്ലേ. പിന്നെ എൻ്റെ കയ്യിൽ തലേദിവസത്തെ കുറച്ച് നൂഡിൽസ് കുക്ക് ചെയ്തത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് നൂഡിൽസ് പാസ്ത അങ്ങനെയല്ല, എഗ് ചീസി നൂഡിൽസ് പാസ്ത റെഡിയായി. മോളി സ്കൂളിൽ കൊണ്ടുപോയി ന്യൂ വെറൈറ്റി ഡിഷൊക്കെ എന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു, ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ന്യൂ ഡിഷസ് കണ്ടുപിടിക്കുന്നത് അല്ലേ. എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നപ്പോൾ എനിക്കതൊരു കട്ടമാതിരി തോന്നി. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ലാസ്റ്റിൽ ഇതിനൊന്ന് ചീസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 സ്ലൈസ് ഓഫ് ചീസ് എടുത്തിട്ട് പീസാക്കി അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇപ്പി കാരണം ഫ്ലോപ്പായ ന്യൂ ഡിഷായി റെഡിയായി. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ട എത്ര വേഗമാണ് ന്യൂ ഇൻവെൻഷനൊക്കെ നടത്തിയെന്നൊക്കെ അറിയാം. രാവിലെ നിന്നുകൊണ്ട് പുതിയ ഇൻവെൻഷനൊക്കെ നടത്താമെന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? ഇതിന് മുമ്പ് ഈ ഡിഷ് ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നമ്മളിവിടെ പുതിയ ഇൻവെൻഷനൊക്കെ നടത്തുന്ന സമയം കൊണ്ട് അവിടെ എയർ ഫ്രയറിൽ നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി എനിക്ക് സോയ ചങ്ക്സ് നല്ല ഫ്രൈ ആവുന്നതാണ് ഇഷ്ടം. പക്ഷേ മോളുടെ അവിടെ ഇപ്പോൾ കട്ടപ്പല്ല് പോയിരിക്കുന്നവർക്ക് അങ്ങനെ ഭയങ്കര ഫ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ കടിക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഞാൻ അധികം ഫ്രൈ ചെയ്തില്ല, അല്ലാതെ തന്നെ എടുത്തു. പനീറും ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്, അതും ഈ സമയം കൊണ്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിന് അവർ പറഞ്ഞ ഒരു ചീസി കോൺ ക്രീമി ടെക്സ്ചറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇതിപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അവർക്ക് ഈവനിങ്ങിൽ കഴിക്കാനുള്ള ഒരു സ്നാക്സുമായിട്ടുണ്ട്. അല്ല, ഈ ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സൊക്കെ കുട്ടികൾക്ക് മാത്രം മതിയോ? നമുക്ക് വേണ്ടേ? അപ്പോൾ എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ വിചാരിച്ചത് എഗ് പൗച്ച് ഉണ്ടാക്കാനാണ്. പക്ഷേ ഇത് ഉണ്ടാക്കി വന്നപ്പോൾ വേറെ എന്തൊക്കെയാണ്, ഞാൻ 2 മുട്ട ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നൂഡിൽസിൻ്റെ മസാല ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഞാൻ അതിന് മുമ്പ് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഉണ്ടാക്കുന്ന എഗ് പൗച്ച് ഫ്ലോപ്പ് ആയതിന് എനിക്ക് വേറെ ആരെയും പറയാൻ പറ്റില്ല. ആദ്യം പാസ്ത ഉണ്ടാക്കിയപ്പോൾ ഇപ്പം അവരുടെ പാക്കറ്റിനൊക്കെ പറഞ്ഞു ചോപ്പറിൽ ചോപ്പ് ചെയ്ത വെജിറ്റബിൾസ് ആണ്. എഗെയിൻ എനിക്കത് പാനിൽ നിന്നെടുത്ത് ചോപ്പ് ചെയ്യേണ്ടി വന്നു. ഈ ചോപ്പറിൻ്റെ ഒരു കുഴപ്പം, നമുക്ക് കുറേ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തും, ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ കുറേ പീസുകൾ അങ്ങനെ തന്നെ കിടക്കും. പിന്നെ നമ്മളത് കൈ കൊണ്ടെടുത്തിട്ട് വീണ്ടും ചോപ്പ് ചെയ്യേണ്ടി വരും. അല്ല, നമ്മുടെ ഒരു ഗ്യാസോട് വെറുതെ കിടക്കുന്നുണ്ടല്ലോ, സമയം അമൂല്യമാണ്, നശിപ്പിക്കരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഗ്യാസ് കൂടി യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ മുട്ടേനെടുത്ത് അപ്പുറത്തേക്ക് വെച്ചു. എന്നിട്ട് ഈ പാനിൽ വേഗം ഈ ഗ്യാസിൽ വേഗം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റായ ഫ്രൈഡ് റൈസ് എങ്കിലും എനിക്ക് മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ തുടങ്ങുന്നത്. പക്ഷേ ഓവർ കോൺഫിഡൻസ് നല്ലതല്ല അല്ലേ? ഇതിനിടയ്ക്ക് ഞാൻ അവിടെ എഗ് പൗച്ച് ആക്കാനുള്ള പണി ആരും കാണാതെ പോകരുത് കേട്ടോ. ഞാൻ അതിന് എഗ് പൗച്ച് ആക്കാനായിട്ട് കുറേ ട്രൈ ചെയ്തു. ലാസ്റ്റ് അത് എന്തൊക്കെയോ ആയി. ഞാൻ അതിനോട് വിട്ടു. ഇവിടെ ഓയിൽ വെച്ച് ഞാൻ അതിലേക്ക് കുറച്ച് ഗാർലിക് പീസസ് ഇട്ട് പിന്നെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ഫ്രൈഡ് റൈസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ചിക്കൻ ഫ്രൈഡ് റൈസ് വെക്കുകയാണെങ്കിലും അതിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കും. ഇവിടെ പിള്ളേർക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ കുറച്ച് മടിയാണ്. എല്ലായിടത്തും പിള്ളേർ അങ്ങനെ ആയിരിക്കുമല്ലേ. അവർക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ്. അപ്പോൾ ഫ്രൈഡ് റൈസിൽ പെട്ടെന്ന് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ അവർ അതിൻ്റെ കൂടെ കഴിച്ചോളൂ. പിന്നെ എനിക്ക് പറ്റിയ അടുത്ത പരിപാടിയാണ് ഞാൻ ഇടുന്നത്. ഞാൻ അതിങ്ങനെ ബീൻസ് ഇട്ടു. പിന്നെ ക്യാരറ്റ് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തതാണ്. ചെറിയ കുഞ്ഞ് നമ്മൾ തോരന് വേണ്ടി ചോപ്പ് ചെയ്യുന്ന പോലെ അത്ര ചെറുതായിപ്പോയി. അതിനൊന്നും ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ പറ്റിപ്പോയി. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ പറ്റുള്ളൂ അല്ലേ? അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ ബീൻസ് ഇട്ടു, ക്യാരറ്റ് ഇട്ടു, പിന്നെ ഫ്രഷ് ആയിട്ടുള്ള മട്ടർ, നമ്മുടെ ഗ്രീൻ പീസിൻ്റെ ഫ്രഷ് മട്ടർ അതിട്ടു, ക്യാപ്സിക്കം ഇട്ടു, പിന്നെ കുറച്ച് കുക്ക്ഡ് കോൺ ഉണ്ടായിരുന്നു അതും ഇട്ടു കേട്ടോ. ഈ വെജിറ്റബിൾസ് നമുക്ക് ആവശ്യമുള്ള ഉപ്പും പിന്നെ കുറച്ച് സോയാ സോസും ഒഴിച്ചു കൊടുക്കാം. സോയാ സോസിൽ കിടന്ന് അതൊന്ന് വെജിറ്റബിൾസ് ഒന്ന് കുക്കാവണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരാം. അപ്പുറത്തിൻ്റെ എഗ് പൗച്ച് റെഡി ആയിട്ടോ. എനിക്ക് എഗ് നന്നായിട്ട് കുക്കാണ്. അതാണ് ഞാൻ ഈ തൊട്ട് നോക്കുന്നത്. വന്നല്ലോ നമ്മുടെ ഫ്ലോപ്പ് നമ്പർ 2 എഗ് പൗച്ച്. അങ്ങനെ നമ്മുടെ എഗ് പൗച്ച് റെഡിയായി. എഗ് പൗച്ച് ആയിരുന്നെങ്കിലും കുക്ക്ഡ് എഗ് എനിക്ക് കിട്ടിയിട്ടോ. അതിൽ ഞാൻ സമാധാനപ്പെടും. മുട്ടയുടെ ബാക്കി പൗഡേഴ്സ് അല്ലാതെ നമ്മുടെ ഈ നൂഡിൽസിൻ്റെ ഒക്കെ മസാല കിട്ടില്ലേ, അതിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കഴിയും. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോളാം. അത്ര ഹെൽത്തി ഒന്നുമില്ല, പക്ഷേ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഒരു ടേസ്റ്റ് ഡിഫറൻസ് അങ്ങനെ ട്രൈ ചെയ്യുന്നതിന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോളാം. നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ സോയ ചങ്ക്സ് ഞാൻ ഫ്രൈ ചെയ്തത് അതൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രൈഡ് റൈസിലേക്ക് മെയിനായിട്ട് വേണ്ട സ്പ്രിംഗ് ഓണിയൻ ഇല്ല കേട്ടോ. അതുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഗാർലിക് ഇട്ടില്ല, വെളുത്തുള്ളിയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് റൈസൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ നിങ്ങൾ എരിവിനായിട്ട് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്തോളൂ. ഇവിടെ പിള്ളേർക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് അവർ എരിവ് അധികം കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റിൽ ഒരു ഇത്തിരി പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നത്. നിങ്ങളത് സ്റ്റാർട്ടിങ്ങിൽ വെജിറ്റബിൾസിൻ്റെ കൂടെയും പിന്നെ ലാസ്റ്റിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഞാൻ പനീർ ഫ്രൈ ചെയ്ത് വെച്ചത് അതും ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ചോറ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ചോറ് ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക. അങ്ങനെ ഞാൻ കുക്ക് ചെയ്ത് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം അരി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫുൾ ആഡ് ചെയ്യുന്നില്ല, കുറച്ച് ചോറ് ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ലാസ്റ്റിൽ ഞാൻ പെപ്പർ പൗഡറും കൂടി ഇട്ട് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുന്നു. ഇതിലിപ്പോൾ ക്യാരറ്റ് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തായാലും നമ്മൾ ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടിക്കോളൂ. അത് മതി അല്ലേ? അത് മതി. എന്നാലും എവിടെയോ ഒരു കുത്തൽ പോട്ടെ. നെക്സ്റ്റ് ടൈം നമുക്ക് ശരിയാക്കാം കേട്ടോ. ഇപ്പോൾ സമയം 7 മണിയായിട്ടോ. 6:30 ആകുമ്പോഴേക്കും കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചൺ ക്ലോസ് ചെയ്ത് ഷെഡ്ബഡിയിൽ നിന്ന് റെഡിയായി ഞങ്ങൾക്ക് പോകാനുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.